ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായി തന്നെ കേരളത്തിൽ ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എനിക്കൊപ്പം ചേരുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ജോയാണ്. ഇപ്പോൾ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് തീയതികൾ കൂടി വന്നിരിക്കുന്നു. ഇതിനകം തന്നെ പ്രചരണം ആരംഭിച്ച് വലിയ തോതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ് LDF-ന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ? ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇന്നാണ് ഡേറ്റ് പ്രഖ്യാപിച്ചതെങ്കിലും അതിന് വളരെ മുമ്പ് തന്നെ ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങി. ആ പ്രവർത്തനങ്ങൾ ഏതാണ്ടൊരു 2 ഘട്ടം ഇപ്പോൾ പൂർത്തിയാവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷനുകളെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും അഡ്വാൻസ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി. ഇന്നാണിപ്പോൾ ഡേറ്റ് വന്നത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ. ഇനി ഉള്ള ദിവസങ്ങളിൽ കൃത്യമായി വോട്ടർമാരെ കണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ട് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആറ്റിങ്ങലിൻ്റെ പഴയ പ്രതാപം, LDF-നോടുള്ള കൂറ് ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ടും നമുക്ക് ജയിക്കുന്നതിനാവശ്യമുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നല്ല മത്സരം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളും LDF-ൻ്റെ MLA-മാരാണ് ഉള്ളത്. നല്ല വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്താകെ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള പണം തരാതിരുന്നു. അതിനെതിരായിട്ട് സമരം നടത്തി, കോടതിയിൽ പോയി. കോടതി വളരെ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. കുറേ പണം നമുക്ക് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി തന്നെ ക്ഷേമ പെൻഷൻ, 3 മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസവും വിഷുവിന് മുമ്പും നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്. കാരണം പണമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പെൻഷൻ നൽകാതിരുന്നത്. പണം വന്നപ്പോൾ ഞങ്ങളുടെ പെൻഷൻ നൽകി, ബാക്കിയുള്ള പെൻഷനും നൽകും എന്ന ഒരു ഉത്തമ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ കൂടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിൽ LDF തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എല്ലാ മണ്ഡലങ്ങളിലും LDF മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കും, വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് സ്ഥാനാർത്ഥികളും പങ്കുവയ്ക്കുന്നത്. RK കുമാറിനൊപ്പം S ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.